സ്ട്രീറ്റ് പെർഫോമൻസ് കണ്ടില്ലേ? എന്ത് രസമാണ് കേട്ടിരിക്കാൻ. അതിലേറെ രസമാണ് യൂറോപ്പിലെ ഓരോ കൺട്രീസും. ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ബെൽജിയം, ജർമ്മനി, സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഫ്രാൻസ് ആണ്. ലണ്ടനിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ്, ട്രെയിൻ ഓർ ബസ് വഴി പോകാൻ സാധിക്കും. നമ്മൾ പോയത് ബസ് വഴിയാണ്. ഇതുപോലെ ടണൽ വഴി വേണം കയറിപ്പോകാനായിട്ട്. ഒരു വ്ലോഗ് ചെയ്യണമെന്നത് തീരുമാനത്തിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് ഉണ്ട്. അത് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് വ്ലോഗാണ് കേട്ടോ ഇത്. പോരായ്മകൾ ഉണ്ടാകും, ക്ഷമിക്കുക. നമ്മൾ ഫസ്റ്റ് പോയത് ബെൽജിയം കാണാനായിരുന്നു കേട്ടോ. വളരെ ചെറിയൊരു കൺട്രിയാണ് ബെൽജിയം. ഏകദേശം 11.82 മില്യൺ പോപ്പുലേഷനാണ് വരുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ബെൽജിയൻസ് എന്നാണ് പറയുന്നത്. ഇവിടെയുള്ള ജനങ്ങൾ ഡച്ച്, ജർമ്മൻ, ഫ്രഞ്ചൊക്കെ സംസാരിക്കും. ഈ കൺട്രി നെതർലാൻഡ്സ്, ജർമ്മനി, ലക്സംബർഗ്, ഫ്രാൻസ് ആയിട്ടൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇമിഗ്രേഷനോ ചെക്ക് പോസ്റ്റോ അതിർത്തികളോ ഒന്നുമില്ല. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നമ്മൾ ആദ്യം പോയത് അറ്റോമിയം കാണാനായിരുന്നു കേട്ടോ. ലോകത്തിലെ തന്നെ ഒരു യുണീക്ക് ബിൽഡിംഗ് സ്ട്രക്ചറാണിത്. 102 മീറ്റർ ഹൈറ്റ് വരും. 9 സ്ഫിയേഴ്സ് 20 ട്യൂബ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഓരോ സ്ഫിയറും 18 മീറ്റർ ഡയമീറ്റർ സൈസ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിതമാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ കറങ്ങിയ ശേഷം ജർമ്മനിയിലോട്ട് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. ബെൽജിയം ഏകദേശം 1 or 2 ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാനേ ഉള്ളൂ. നമ്മൾ 1 ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ജർമ്മനിയിലോട്ടാണ് യാത്ര തിരിച്ചത്. ബ്ലാക്ക് ഫോറസ്റ്റിലേക്കാണ് ആദ്യം പോയത്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. അതിൻ്റെ ജന്മസ്ഥലമാണ് കേട്ടോ ഇത്. കുക്കു ക്ലോക്സ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അവർ തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ്. പിന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് അവർ സെൽ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ടിറ്റിസിൽ ലേക്കും കണ്ടിരുന്നു കേട്ടോ. അടുത്തതായി നമ്മൾ പോയത് എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായ സ്വിറ്റ്സർലൻഡിലോട്ടാണ് കേട്ടോ. അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ലൂസേൺ, ജനീവ, ഇന്റർലാക്കൻ, ടിറ്റ്ലിസ്, റെയിൻഫാൾസ്. ഇത് ഏത് മാഗ്നറ്റ് എടുക്കുമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ ചെയ്തു പോയതാണ് കേട്ടോ. ലാസ്റ്റ് നല്ലൊരു മാഗ്നറ്റിനെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റി. ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത മാഗ്നറ്റ് കേട്ടോ. അവിടെ നമ്മൾ എത്തിയപ്പോൾ പ്രതീക്ഷിക്കാണ്ട് സ്നോ വീണിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാരണം കുറച്ച് അനുഭവിക്കേണ്ടി വന്നു. ബ്ലോക്ക് ഉണ്ടായി. ബസ്സിൻ്റെ വീൽ സ്നോയിൽ സ്റ്റക്കായി. ചെയിൻ ഇട്ടാണ് ബസ് മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. ആ ചെയിൻ പൊട്ടിയാൽ നമ്മുടെ പൊടി പോലും ഉണ്ടാകില്ലായിരുന്നു. ഒരുപാട് സമയം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു. എന്നാലും നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സാരഥി കേട്ടോ. പേര് മിഖായൽ. അടിപൊളിയാണ്. പുള്ളിക്കാരൻ്റെ എഫേർട്ടിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇൻസ്റ്റയിൽ എൻ്റെ ഫോളോവറും കൂടിയാണ്. നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് ബാൽക്കണിയിൽ നിൽക്കാൻ പോലും സാധിച്ചില്ല. സ്നോ കൊണ്ട് ഫുള്ളി കവേർഡായിരുന്നു. ഇതായിരുന്നു നമ്മുടെ മോർണിംഗിലെ വ്യൂ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. നേരിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബ്യൂട്ടി അതിനുണ്ടായിരുന്നു. കണ്ണെടുക്കാൻ തോന്നത്തില്ലായിരുന്നു. അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ കണ്ടിരിക്കാനായിട്ട്. ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള ജേണി. പുള്ളിക്കാരൻ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയത്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. അവിടെ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൗണ്ട് ടിറ്റിലിസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ എലിവേഷൻ വരുന്നത് 3238 മീറ്റർ ആണ്. വേൾഡിലെ തന്നെ ഫസ്റ്റ് റിവോൾവിംഗ് കേബിൾ കാർ ഇവിടെയാണ് ഉണ്ടായത്. ഇവിടെയാണ് ദിൽവാലെ ദുൽഹാനിയെ ലേ ജായേംഗെ മൂവി ഷൂട്ടിംഗ് ഒക്കെ കുറച്ച് പാർട്സ് നടന്നിട്ടുണ്ടായിരുന്നു. ഷാറുഖ് ഖാനും കാജോളിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഗ്ലേസിയർ കേവിലോട്ടാണ്. മാൻമെയ്ഡ് ആണ് കേട്ടോ. ഇവിടെ സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ വീഴാൻ ചാൻസ് കൂടുതലാണ്. അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. അതിൽ പിടിച്ച് നടന്നാൽ വളരെ നല്ലതായിരിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ -15 ആണ് കേട്ടോ. സ്നോ കൂടുതലായതുകൊണ്ട് ക്ലിഫ് വോക്ക്, സസ്പെൻഷൻ ബ്രിഡ്ജ്, ഐസ് ഫ്ലയർ ആക്ടിവിറ്റീസൊക്കെ അവർ ടെമ്പററി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിഷമം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് എടുത്തു തന്നത് എൻ്റെ ഹസ്ബൻഡാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ഫോട്ടോഗ്രാഫർ ആണോ എന്നുള്ളത്. അല്ല, പുള്ളിക്കാരൻ ഒരു എൻജിനീയറാണ്. എനിക്ക് വേണ്ടി ജസ്റ്റ് എടുത്തു തന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കാണാൻ പോയത് ഈ അയൺ ലേഡിയെ കേട്ടോ, നമ്മുടെ ഐഫൽ ടവർ. ആദ്യമൊക്കെ ഞാൻ കരുതും എന്ത് പ്രത്യേകതയാണ് ഇതിനുള്ളത്, എന്തിനാണ് ആൾക്കാർ ഇത്രയ്ക്ക് ക്യൂരിയോസിറ്റി കാണിക്കണേ എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അടുത്ത് പോയി കാണുമ്പോഴേ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. എനിക്ക് ടോപ്പ് ഫ്ലോർ വ്യൂ ആണ് കിട്ടിയത്. പക്ഷേ സെക്കൻഡ് ഫ്ലോർ വ്യൂ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കാണുന്ന കുട്ടി ചെറുതല്ല കേട്ടോ.
ഒരുപാട് ഷോപ്സ്, റെസ്റ്റോറൻറ്റ്, മ്യൂസിയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഇത് നിർമ്മിച്ച ഗുസ്താവ് ഐഫിൾ എങ്ങനെ എലിവേറ്ററിന് വേണ്ടി സ്പേസ് ഇട്ടു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ദീർഘവീക്ഷണം പറയാണ്ടിരിക്കാൻ വയ്യ. ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് 330 മീറ്റർ ആണ് കേട്ടോ. ഇവിടെ വന്നിട്ട് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒന്നാണ് ബോട്ട് ട്രിപ്പ് കേട്ടോ. ഒരുപാട് ബ്രിഡ്ജസിൻ്റെ അണ്ടറിൽ കൂടി നമ്മളിങ്ങനെ പോകും. ഓരോ ബ്രിഡ്ജിൻ്റെ അടിയിൽ എത്തുമ്പോൾ കപ്പിൾസ് തമ്മിൽ കിസ് ചെയ്യുകയാണെങ്കിൽ ഓരോ ഇയർ അവർക്ക് കൂടി കിട്ടും എന്നുള്ളൊരു അന്ധവിശ്വാസം ഉണ്ട് കേട്ടോ. അത് കേട്ട ഉടനെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ്റെ പൊടി പോലും അവിടെ ഇല്ല. ഏതോ മൂലയ്ക്കിരുന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കത് സാധിച്ചില്ല. നിങ്ങൾ പോകുമ്പോൾ മസ്റ്റായിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ ഫോട്ടോസാണ് ഫോക്കസ് ചെയ്തത്. അത് ഞാനിവിടെ ആഡ് ചെയ്തേക്കാം. തിരിച്ച് നമ്മൾ ഫെറി വഴിയാണ് വന്നത് കേട്ടോ. ലൈഫിൽ ആദ്യമായിട്ടാണ് ഫെറിയിൽ യാത്ര ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു ത്രില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒരു ഷോർട്ട് ജേണിയാണ് ഫെറിയിൽ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അടുത്ത യാത്രയിൽ വിശേഷമായിട്ട് വീണ്ടും കാണാം.